ഹലോ, എല്ലാവർക്കും നമസ്കാരം. റോണ്ട ബേണിന്റെ ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവരോടും പറഞ്ഞു നടക്കുകയും ചെയ്താൽ നിങ്ങൾ കൂടുതൽ രോഗബാധിത കോശങ്ങളെ സൃഷ്ടിക്കും. നിങ്ങളുടെ ശരീരം തികഞ്ഞ ആരോഗ്യമുള്ളതാണെന്ന് മനസ്സിലുറപ്പിക്കുക. രോഗത്തിന്റെ കാര്യം ഡോക്ടർക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, ആ ഒരു രീതി മുന്നോട്ട് പോകാനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശരിയാ, അത് അസുഖം വന്നു കഴിയുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ആ ഒരു ചിന്ത തന്നെ തെറ്റാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തത് ലിസ നിക്കോൾസ് പറയുന്നതാണ്, ഒരേ വിധത്തിൽ രോഗം ബാധിച്ച രണ്ടാളുകൾ ഉണ്ടെന്ന് വെക്കുക. അതിലൊരാൾ ജീവിതത്തിലെ സന്തോഷങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നു. നല്ല സാധ്യതകളുടെയും പ്രത്യാശയുടെയും വഴി തിരഞ്ഞെടുത്തുകൊണ്ട് സന്തോഷഭരിതനായി കൃതജ്ഞതയോടെ ജീവിക്കാനുള്ള അനേകം കാരണങ്ങൾ കണ്ടെത്തി അതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. അതേ രോഗാവസ്ഥയിലുള്ള രണ്ടാമത്തെ വ്യക്തി തനിക്ക് ബാധിച്ച രോഗത്തിൽ, വേദനയിൽ, സ്വന്തം ദുർഗതയിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, അടുത്തത് ബോബ് ഡോയൽ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ തന്റെ പ്രശ്നത്തിൽ രോഗലക്ഷണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അയാൾ അവയെ സ്ഥിരമായി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അയാളുടെ ചിന്ത ഞാൻ രോഗിയാണ് എന്നതിൽ നിന്ന് ഞാൻ ആരോഗ്യവാനാണ് എന്നതിലേക്ക് മാറാത്തിടത്തോളം രോഗം ഭേദമാവില്ല എന്നാണ് ആകർഷണ നിയമം. ഓരോ അസുഖകരമായ ചിന്തയും നമ്മുടെ ശരീരത്തിലേക്ക് നാം കടത്തിവിടുന്ന ദോഷകരമായ സംഗതിയായി മാറും എന്ന് എപ്പോഴും ഓർക്കുക. എല്ലാം മനസ്സിന്റെ നിയന്ത്രണമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിലും അസുഖം ഇല്ലാന്ന് മനസ്സിനെ ധരിപ്പിക്കുക, അത്രേ വേണ്ടൂ. അസുഖം ഇല്ലാന്ന് ധരിപ്പിക്കുക, കറക്റ്റായിട്ടുള്ള മെഡിസിൻ കഴിക്കുക. മനഃശക്തിയാണ് ഏറ്റവും വലുതെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് തോട്ട്സ് മാറാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുക. ചിലർക്ക് ഈശ്വര വിശ്വാസം കൂടുതലാണെങ്കിൽ ആ വകയുള്ള ബുക്കുകൾ വായിക്കുക, കഥകൾ കേൾക്കുക. അങ്ങനെയൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, എനിക്ക് യാതൊരു അസുഖവുമില്ല, എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാവും, ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശരീരത്തിൽ നിന്ന് സമ്മർദ്ദം ഒഴിവാക്കുക. അപ്പോൾ ശരീരം അതിന്റെ സഹജമായ പ്രവർത്തനം നടത്തും, സ്വയം രോഗശാന്തി ഉണ്ടാക്കും. അടുത്തത് പറയണ കേട്ടോ, പ്രവർത്തനം നിലച്ചുപോയ വൃക്കകൾ പുനർജീവൻ നൽകി തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാൻസർ മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാഴ്ചശക്തി മെച്ചപ്പെടുന്നത്, നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത്. നമുക്ക് മറ്റൊരാളുടെ അസുഖം നമ്മളുടെ വാക്കാൽ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ശക്തി കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അടുത്തത് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗം എന്നൊന്നില്ല എന്നുള്ളതാണ് ജോൺ ഡിമാർട്ടിനി പറഞ്ഞിരിക്കുന്നത്. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഭേദമാക്കാവുന്നത് എന്നാണ് അർത്ഥം. അടുത്തത് മൈക്കിൾ ബെർണാഡ് ബെക്വിത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങളുടെ രോഗങ്ങളെ സ്വയം സുഖപ്പെടുത്താമെന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണെന്ന്. അസുഖം മാറി വീട്ടിൽ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം പനി വരിക, ഇൻഫെക്ഷൻ വരിക, അപ്പോൾ വീണ്ടും അത് ബുദ്ധിമുട്ടാകുക. നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. എത്ര മനഃശക്തിയുള്ള ഒരാളാണെങ്കിലും ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും, ദൈവമേ തീർന്നോ, ഇനി ഇത് ഇൻഫെക്ഷനായി. നമ്മൾ ഓവർ തിങ്കിങ് ആണ്. ഇൻഫെക്ഷനായി, അടുത്ത അവയവത്തിലേക്ക് ഇൻഫെക്ഷനായി, നമ്മൾ പോയോ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിലും ഈ ഒരു ബുക്ക് കിട്ടി ഞാൻ വായിച്ചു. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടു. എനിക്ക് ഈ അസുഖത്തിൽ നിന്ന് ഈ ഒരു 1 വീക്കായിരുന്നു എനിക്ക് ആന്റിബയോട്ടിക്, 2 ആഴ്ചത്തേക്കായിരുന്നു ഒരു ആന്റിബയോട്ടിക് ഒക്കെ തന്നു വിട്ടിരുന്നത്. അപ്പം ഞാൻ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ഒരു ആഴ്ച കൊണ്ട് എൻ്റെ അസുഖം ഭേദമാവും, ഇല്ലാണ്ട് പറ്റത്തില്ല, എനിക്ക് ഭേദമായി, എനിക്ക് പഴയതുപോലെ ആക്റ്റീവായിട്ട് ഓടി നടക്കണം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു നോക്കി. ആന്റിബയോട്ടിക് കഴിച്ചതുകൊണ്ട് ആവാം എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും, പക്ഷേ ഓക്കെയാണ്. എന്നാലും ആന്റിബയോട്ടിക് കഴിച്ചതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ചിരുന്നു, ഈ ഒരു ആഴ്ച കൊണ്ട് എൻ്റെ അസുഖം ഓക്കെ ആവും, ഇല്ലാണ്ട് പറ്റത്തില്ല, എനിക്ക് ഓക്കെ ആവണം എന്ന് ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. അത് വെറുതെ അല്ല കേട്ടോ, ഇപ്പം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ അസുഖം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു. മുറിവിന് നല്ല ഉണക്കം വന്നിട്ടുണ്ട്. എന്തായാലും ദൈവത്തിന് നന്ദി. ഈ ഒരു അവസരത്തിൽ അതും കൂടെ പറയണമല്ലോ, നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് പറയണത്. ഓരോ മാസത്തെയും വേദനയിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയല്ലോ എന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. മോറിസ് ഗുഡ്മാൻ അദ്ദേഹത്തിന്റെ കഥ പറയുകയാണ് കേട്ടോ. 1981 മാർച്ച് 10 എൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസം, ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. ആ ദിവസം ഞാൻ പറപ്പിച്ചിരുന്ന വിമാനം തകർന്നു വീണു. പൂർണ്ണമായും ചലനമറ്റ നിലയിലാണ് എന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എൻ്റെ നട്ടെല്ല് തകർന്നുപോയി. കഴുത്തിലെ 1-2 കശേരുക്കൾ പൊട്ടിപ്പോയിരുന്നു. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ആവില്ല. ഡയഫ്രം തകർന്നിരുന്നതിനാൽ ശ്വസിക്കാനും കഴിയില്ല. കണ്ണ് ചിമ്മാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ശേഷിച്ച ജീവിതം ഒരു ജീവച്ഛവമായി കഴിയേണ്ടി വരും. ആകെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി
മിഴി ചിമ്മുക എന്നത് മാത്രമായിരുന്നു എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അങ്ങനെയാണ് അവർ കരുതിയത്. അവർ എന്ത് ചിന്തിച്ചു എന്നതല്ലല്ലോ കാര്യം, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഞാനൊരു സാധാരണ മനുഷ്യനായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് ഞാൻ മനസ്സിൽ കണ്ടു. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സ് മാത്രമാണ്. മനസ്സ് നമ്മുടെ സ്വാധീനത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും പുനർനിർമ്മിക്കാൻ കഴിയും. ഞാൻ റെസ്പിറേറ്റർ എന്ന സംവിധാനത്തിലൂടെയാണ് ശ്വസിച്ചിരുന്നത്. ഡയഫ്രം തകർന്നു പോയതിനാൽ ഇനി ഒരിക്കലും സ്വയം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ശക്തിയായി ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. അവസാനം റെസ്പിറേറ്റർ എടുത്തു മാറ്റി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് വിശദീകരിക്കാനായില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന യാതൊന്നും തന്നെ മനസ്സിലേക്ക് കടന്നു വരരുതെന്നുണ്ടായിരുന്നു. ക്രിസ്മസിന് ഞാൻ ആശുപത്രി വിട്ട് നടന്നു പോകും എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ നിശ്ചയിച്ചിരുന്ന ലക്ഷ്യം. അത് സാധിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് ഞാൻ സ്വന്തം കാലിൽ നടന്നു പുറത്തുപോയി. അതൊരിക്കലും സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞത്. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഏതെങ്കിലും വിധത്തിലുള്ള വേദനയോ വിഷമമോ അനുഭവിക്കുന്നവർക്കായിട്ട് എൻ്റെ ജീവിതത്തിന്റെ ഒരു ആകത്തുക പറഞ്ഞു തരാം. അവർക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കൊടുക്കാനായി എൻ്റെ ജീവിതത്തിന്റെ സാരം ഏതാനും വാക്കുകളിൽ പറയാം. മനുഷ്യർ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അവൻ അതായിത്തീരും. മോറിസ് ഗുഡ്മാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ കഥ മാത്രം മതി നമുക്ക് എനർജറ്റിക് ആവാൻ, മോട്ടിവേറ്റ് ആവാൻ, നമ്മളുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട്, നമ്മൾക്ക് ആശുപത്രി കിടക്കകളിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ആരോഗ്യവാനും ആരോഗ്യവതികളുമായിട്ട് ആക്റ്റീവായിട്ട് ഓടി നടക്കാൻ. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതായി തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത്.